പശ്ചിമ ബംഗാളിൽ SIR പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് സുരക്ഷ തുടരാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് നടന്ന അക്രമങ്ങളെ സംബന്ധിച്ച് NIA ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവർക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ടോയെന്ന കാര്യം പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ സ്വീകരിക്കുന്നതെന്ന് ജസ്റ്റിസ് ബാഗ്ചി കുറ്റപ്പെടുത്തി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഇപ്പോൾ ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഏത് തരത്തിലാണ് SIR പ്രവർത്തനങ്ങൾ, ഈ അക്രമ സംഭവങ്ങളിലും SIR പ്രവർത്തനങ്ങളിലേക്കൊക്കെ കോടതി ബംഗാളിൽ ഇടപെടുന്നത്? അക്ഷയ, ഈ പശ്ചിമബംഗാളിലെ SIRമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് നിർണായകമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള സമീപനമാണ് ഈ പശ്ചിമബംഗാളിലെ SIRൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ പശ്ചിമബംഗാളിലെ വോട്ടർമാർ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഈ ബെഞ്ചിൽ അംഗമായ ചീഫ് ജസ്റ്റിസിനോടൊപ്പം ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഈ പശ്ചിമബംഗാളിൽ ഈ ഓരോ മണ്ഡലങ്ങളിലും ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ കുറവാണ് ഭൂരിപക്ഷമെങ്കിൽ അത് ആശങ്ക, അല്ലെങ്കിൽ അതിൽ കോടതിക്ക് ഇടപെടാമെന്ന ഒരു പരാമർശവും സുപ്രധാന പരാമർശവും ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ 60 ലക്ഷത്തോളം വോട്ടർമാരുടെ സംബന്ധിച്ചുള്ള അവരുടെ പേരുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഉയർന്നിരുന്നത്. അതിൽ ഏതാണ്ട് 58 ലക്ഷത്തോളം പേരുടെ കാര്യത്തിൽ തീരുമാനമായി, അല്ലെങ്കിൽ അതിൽ ഈ വിവിധ ഈ സമിതി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ച സമിതിയുടെ തീരുമാനമായിട്ടുണ്ട് എന്നും ഈ കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ SIRമായി ബന്ധപ്പെട്ട നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്ന കാര്യം, സുരക്ഷ തുടരുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് NIA നടത്തിയ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു. അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ്.